ഹലോ, അപ്പോൾ എല്ലാവർക്കും ലേൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളിന്ന് പള്ളിപ്പുറം പള്ളിയിൽ പോവാണ്. അവിടെ ഇന്ന് പെരുന്നാളാണേ. നമ്മുടെ മിട്ടുകൂട്ടിൻ്റെ രാവിലെ എണീറ്റ് ഒരു ഹായ് പറഞ്ഞേ അല്ല. അപ്പോൾ നമ്മളിന്ന് പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പോണെയാണ്. ദേ മിട്ടുക്കുട്ടൻ കണ്ട ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഭയങ്കര മേടിച്ചിരിക്കണേ. ഒരു കൈ കൊടുത്തേ പറഞ്ഞ് ഹായ്. അപ്പോൾ നമുക്ക് പള്ളിപ്പുറത്തേക്ക് വിടാം. ഓക്കെ, അങ്ങനെ നമ്മൾ പള്ളിപ്പുറം പള്ളിയിലേക്ക് പോവുകയാണ്. ബ്ലോക്കൊക്കെ താണ്ടി ദേ കണ്ട അരൂരിലെ റോഡിലെ അവസ്ഥ കണ്ടോ. ഒരു മഴ പെയ്തപ്പോഴത്തേക്കും കുഴിയും വെള്ളവും ചെളിയും ഒക്കെ ആയി. അങ്ങനെ നമ്മൾ ദേ പള്ളിപ്പുറം പള്ളി പോവുകയാണ്. മിട്ടു ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്. അപ്പൻ്റെ കൂടെ ഫ്രണ്ടിലുള്ള ഒരു യാത്ര, ബൈക്ക് യാത്ര ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണ്. കൂടാതെ നമ്മുടെ വിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പള്ളിപ്പുറം പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ ഇന്ന് രണ്ട് ഉണ്ട് പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെത്തി ഇതേ അപ്പൻ മുടിയൊക്കെ ചീകുന്നു. ഞങ്ങൾ 3 പേരും കൂടി നിന്ന് നടക്കുകയാണ് പള്ളിയിലേക്ക്. അപ്പോൾ ഇച്ച പറഞ്ഞു ഞാൻ എടുത്തോളാം അവനെ. അതാകുമ്പോൾ അവൻ അടങ്ങിയിരുന്നോളും. എൻ്റെ അടുത്താകുമ്പോൾ അവൻ എൻ്റെ മുടിയിൽ പിടിക്കണം, മുഖത്ത് മാന്തണം, അങ്ങനെയുള്ള കുറേ ഇത് വരും. അപ്പോൾ എൻ്റെ അടുത്താകുമ്പോൾ അവൻ നന്നായിട്ട് സൂപ്പറായിട്ടിരിക്കും. ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന് മനസ്സിലായി. അവനോട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോന് കുഞ്ഞിന് ബ്രോ വാങ്ങിച്ചു തരാം. അവന് ഹെലികോപ്റ്ററൊന്നും ഇല്ല. നേവൽ ബേസിൻ്റെയൊക്കെ ഹെലികോപ്റ്ററൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ പ്ലെയിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് നോക്കുന്നത്. അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് കേട്ടോ KSRTC. അതുകൊണ്ടാണ് അതിനെ നോക്കി തന്നെ ചൂണ്ടി എന്തൊക്കെയോ പറയണ്ടായി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം കുഞ്ഞിന് അത്യാവശ്യം അവനൊരു ബോധം, ഒരു ധാരണ ഉണ്ടായിരുന്നു എന്തിനാണ് പോകുന്നതെന്ന്. അപ്പോൾ ദേ ഞങ്ങൾ പള്ളിയിലെത്തി. അപ്പോൾ പള്ളിയിലാണ് എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും മാതാവിനോട് നമുക്ക് പറയാം. മാതാവിന് നമുക്ക് നിയോഗം വെച്ച് നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കും. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. മാതാവ് എന്തായാലും അത് കേൾക്കും. നിങ്ങളുടേതായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. മിട്ടൂന് പറഞ്ഞതുപോലെ തന്നെ ഹെലികോപ്റ്റർ വാങ്ങിക്കാൻ കയറി. ചേട്ടൻ പല ഹെലികോപ്റ്റർ കാണിച്ചിരുന്നെങ്കിൽ അവൻ ആദ്യം കാണിച്ച ഹെലികോപ്റ്റർ നന്നായിട്ട് മനസ്സിൽ പിടിച്ചു. വീട്ടിൽ വന്നപ്പോൾ ഇതിൻ്റെ തലയും പാലമൊന്നും ഇല്ലെങ്കിൽ പോലും എന്തായാലും അവൻ ആ സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ നടക്കുവാണ്. അവൻ കൈവച്ചത് കൊണ്ട് തന്നെ വെച്ചിട്ട് കയറ്റുമെന്ന് പറയുന്ന പോലെ എല്ലാം ഞങ്ങൾ വാങ്ങിച്ച് കൂട്ടുമായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ ഓരോന്നും നോക്കി നടക്കുവാണ്. മെയിനായിട്ട് നമുക്ക് വേണ്ടൊരു സാധനം ഇതാണ്. ഇവിടെ വന്നാൽ ഏറ്റവും നല്ലത് കിട്ടുന്നത് ഇതാണ്, പുളി. നമുക്ക് മീൻകറിയിലൊക്കെ ഇടാൻ കിട്ടുന്ന പുളി ഇവിടെ നന്നായിട്ട് നല്ല വിലക്കുറവിൽ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് 1 കിലോ പുളി വാങ്ങിച്ചു. പിന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഐറ്റംസ് കണ്ടു കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും കിട്ടുമോ അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ വരെ ചിന്തിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഇനി വീട്ടിലോട്ട് പോകാൻ പോകണം കേട്ടോ. നല്ല പർച്ചേസിംഗ് ആണ്. അതെ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എല്ലാ സാധനങ്ങളും കൂടെ മേടിച്ച് ആദ്യം തന്നെ മോനങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ആണെന്ന് തോന്നുന്നു നല്ലപോലെ വാങ്ങി. തിരക്കായി തുടങ്ങിയല്ലേ. വീട്ടിലെത്തി വേണ്ട പൂരിയും കിഴങ്ങറിയും കഴിക്കുന്നു. ഹായ് പറഞ്ഞു വിട്ടു വിട്ട് കഴിക്കണേന്ന് പറ. ഞാൻ എന്തിനായിരുന്നു ചായ കുടിച്ചോ എല്ലാവരും? സുഖമാണോ? സുഖമാണോ?
അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പാക്കേജ് എടുക്കാനുണ്ടായിരുന്നു. ബൾക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ബൾക്ക് കൊണ്ടുവരുന്ന വെഹിക്കിൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ പോകേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഇ-കാർട്ട് വെയർ ഹൗസിലേക്ക് പോവുകയാണ്. നല്ല ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് കാരണം പോകാനേ തോന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യമാണല്ലോ, നമ്മുടെ ആവശ്യമല്ലേ, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് പോകുകയാണ്. അങ്ങനെ ദേ കണ്ടില്ലേ റോഡിൻ്റെ അവസ്ഥ. എന്താണല്ലേ, ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ അവസ്ഥ നോക്ക്. അങ്ങനെ ഞങ്ങൾ വെയർ ഹൗസിലെത്തി. ഇ-കാർട്ടിൻ്റെ ദേ പിക്കപ്പ് ചെയ്തു. ഈ ഒരു ബോക്സ് അവർക്ക് കൊണ്ടുവരാൻ വെഹിക്കിളില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ പോകേണ്ടി വന്നത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് നേരെ കണ്ടില്ലേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ മാസം ഞങ്ങൾക്ക് കല്ലിട്ട തിരുനാളാണ്. നമ്മുടെ വീട്ടിലാണ് നടക്കുന്നത്, നമ്മുടെ വീട്ടുകാരാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കാണ് ഈ വർഷത്തെ നറുക്ക് വീണത്. അത് എല്ലാ വർഷവും ആർക്ക് നറുക്ക് വീണിരുന്നാലും കല്ലിട്ട തിരുനാളിൻ്റെ ഒരു ആഘോഷ പ്രോഗ്രാം നടക്കും. ആ പ്രോഗ്രാമിൻ്റെ പ്രൈസ് കല്ലിട്ട തിരുനാളിൻ്റെ ദിവസം കൊടുക്കാറുണ്ട്. ആ പ്രോഗ്രാം ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് അപ്പം കളി, കസേര കളി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ടായിരുന്നു. മിട്ടുതേ ഓടി കളിച്ച് നടപ്പുണ്ട് കേട്ടോ. മിട്ടുവിന് സ്വർഗം കിട്ടി. കാരണം അവന് ഇത്രയും വലിയ ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ കുഞ്ഞുങ്ങളുടെ അപ്പം കടിയായിരുന്നു. അത് ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് തന്നെ അവരത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി അടുത്തത് ദേ കണ്ടില്ലേ, ടീനേജ് ഒന്നും പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ലെമൺ ആൻഡ് സ്പൂണാണ്. ദേ വളരെ ഗ്രാൻഡായിട്ട് എൻ്റെ നാത്തൂൻ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. നമ്മുടെ വീട്ടിലേക്ക് പ്രൈസ് തന്നെ വരും, വീട്ടിലേക്ക് തന്നെ വരും എന്ന് വിചാരിച്ച്. അതെ, അത് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് നോക്കിയപ്പോഴാണേ ദേ മിട്ടു നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരു കുട്ടിയുമായിട്ട് ഭയങ്കര കളി. എന്നിട്ട് അതാണെങ്കിലും ഉണ്ടല്ലോ ഗേറ്റ് അതിനോട് വരാൻ പറഞ്ഞിട്ട് ആ കുട്ടി കേട്ടില്ല. അത് ഗേറ്റിൽ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞ് ദേ കണ്ട് ഇവരുടെ ലെമൺ ആൻഡ് സ്പൂണാണ്. ഇച്ചയും പപ്പയും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇച്ച ഒരു 4 അടി വെച്ചപ്പോൾ തന്നെ ലെമൺ ആൻഡ് സ്പൂണ് ജയിച്ചു. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലേറ്റായി അപ്ലോഡ് ചെയ്യാനായിട്ട്. 15-ാം തീയതി എടുത്ത വീഡിയോ ആണ്. കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന കുറച്ച് മാറ്റേഴ്സ് കാണും. അതിൻ്റെ സൊല്യൂഷൻ സോൾവിങ് ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആയി. ഇന്ന് 18-ാം തീയതിയാണ്. ഇന്നാണ് നമ്മൾ കൺക്ലൂഷൻ എടുക്കുന്നത്. അപ്പോൾ ഇച്ച ജോലിക്ക് പോയി. അപ്പോൾ നമ്മൾ ഇതോടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കണ്ടൻ്റാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഇതുവരെ സപ്പോർട്ടേഴ്സിന് ഒരുപാട് നന്ദി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഇഷ്ടപ്പെട്ട ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് സജഷനായിട്ട് വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.